നമുക്ക് തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ വചനം ശ്രവിക്കാം. കേരളത്തിനകത്തും വിദേശ രാജ്യങ്ങളിലും നിങ്ങൾക്ക് ശാലോം ടെലിവിഷനിലൂടെ ഏറെ സുപരിചിതനായ ബ്രദർ പാപ്പച്ചൻ പള്ളത്താണ് ഇന്ന് നമ്മോട് കർത്താവിൻ്റെ ജീവൻ്റെ വചനം പ്രസംഗിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. തീർച്ചയായും ഈ നാളുകളിൽ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ സൈനികനായി ജോലി ചെയ്ത് തുടർന്ന് കർത്താവിൻ്റെ ജീവനുള്ള വചനത്തെ രുചിച്ചറിഞ്ഞ് ഏകസ്ഥ ജീവിതം നയിച്ചുകൊണ്ട് പൂർണ്ണമായും ഈ കാലഘട്ടങ്ങൾ നവീകരണ കാലഘട്ടങ്ങളുടെ ആരംഭ കാലഘട്ടം മുതൽ ഈശോയ്ക്ക് വേണ്ടി ഓടുന്ന എളിയ ദാസനെ നമുക്ക് ദൈവം ഇന്ന് തൻ്റെ ശുശ്രൂഷയ്ക്കായി ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയാം. നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് ഈ വചനവേദിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും തുടർന്ന് വചനം നമുക്ക് ശ്രവിക്കുകയും ചെയ്യാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. വിധക്കാരൻ്റെ ഉപമയിൽ വഴിയിൽ വീണ വിത്തിൻ്റെ വ്യാഖ്യാനം ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞത്, വിതയ്ക്കപ്പെടുന്ന തിരുവചനം പിശാച് ദുഷ്ടൻ നശിപ്പിക്കുന്നു. അതുകൊണ്ട് പല ധ്യാനത്തിൽ പങ്കെടുത്തിട്ടും ബൈബിൾ വായിച്ചിട്ടും നല്ലൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിട്ടും അതിൽ പലർക്കും വിജയിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ശുശ്രൂഷ നടക്കുമ്പോൾ ആ തിന്മയുടെ ശക്തി എവിടെയും പ്രവർത്തിക്കുക. പിശാച് എന്ന് പറയുമ്പോൾ പദാർത്ഥരഹിത ജീവികളായതുകൊണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ദൈവം മാലാഖന്മാരെ നമുക്ക് കാവലിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേല് യുദ്ധത്തിൽ നിന്ന് ഞങ്ങളെ കാത്തോളണമേ. പിശാചിന്റെ സകല ദുഷ്ടതയിലും കെണിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അവനെ ശാസിക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർലോക സൈന്യാധിപനായ വിശുദ്ധ മിഖായേല് ആത്മാക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടഭൂതങ്ങളെയും ദൈവശക്തിയാൽ നരകത്തിൽ തള്ളി താഴ്ത്തണമേ. ലൂക്കയുടെ സുവിശേഷം 24:45 നമ്മൾ വായിക്കുന്നത്, വിശുദ്ധ ഗ്രന്ഥം ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. പ്രസംഗിക്കുന്ന വ്യക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആവശ്യമാണ്, ശ്രോതാക്കളിലും ആവശ്യമാണ്. ഈ ഒരു ശുശ്രൂഷ ലോകത്തിലെവിടെയെല്ലാം ഈ വചനം കേൾക്കപ്പെടുന്നു അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് ഹൃദയങ്ങൾ തുറക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. എന്നിൽ വന്ന് വസിക്കണമേ, നവീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ, സുഖപ്പെടുത്തണമേ, നയിക്കണമേ. സകല വിശുദ്ധരെയും വിശുദ്ധ തോമാ വിശുദ്ധ യോസേപ്പ് പിതാവേ, പരിശുദ്ധാമ്മേ, ഞങ്ങൾക്ക് വേണ്ടി നാനാജാതി മതസ്ഥർക്ക് വേണ്ടി ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദയവായിരിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 11-13 വാക്യത്തിൽ പറയുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. ഏതെല്ലാം ചെയ്യുന്നത്? ഈ ഭാരതസഭ ഇവിടെ രൂപം കൊണ്ടിട്ട് ഏതാണ്ട് 2000 വർഷത്തോളമായി.
എന്തുകൊണ്ട് ഈ ദൈവത്തിന് പോട്ട പോലുള്ള ശുശ്രൂഷ കുറച്ച് മുൻപേ ഒരുക്കിക്കൂടായിരുന്നു? 7 ഭാഷകളിൽ 365 ദിവസവും 25,000 പേര് താമസിച്ച് ധ്യാനിക്കാനുള്ള സംവിധാനം. ഇന്ന് കേരളത്തിൽ 100-ൽ പരം ധ്യാന മന്ദിരങ്ങൾ. എന്തുകൊണ്ട് ഈ ശാലോം പോലുള്ള ശുശ്രൂഷ കുറേ കൂടി മുൻപേ തുടങ്ങിക്കൂടായിരുന്നു? എത്രയോ ആത്മാക്കൾ രക്ഷപ്പെടുമായിരുന്നു. എന്താ ഇത്ര വൈകി? ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 16, 12, 13 വാക്യങ്ങൾ. എനിക്കിനിയും വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. 3 വർഷക്കാലം രാപകൽ കൂട്ടത്തിൽ കൊണ്ടു നടന്ന് പഠിപ്പിച്ചതിന് ശേഷം സ്ലീഹന്മാരോട് ഈശോ പറഞ്ഞതാണ്, എനിക്കിനിയും വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഇന്ന് നമ്മൾ കാണുന്നത് പത്രമാധ്യമങ്ങളിലൂടെല്ലാം നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുകയാണ്, ഒരു കാരണവും കൂടാതെ. പല സ്ഥലത്ത് വധിക്കപ്പെടുകയാണ്. ചില രാജ്യത്തു നിന്ന് പൂർണ്ണമായിട്ട് തുടച്ചു നീക്കപ്പെട്ടു. എന്തുകൊണ്ടാണ്? സഭ ആരംഭം മുതൽ ഇത്രയും കാരുണ്യ പ്രവൃത്തിയും നന്മ പ്രവൃത്തി ചെയ്യുകയാണ്. കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്നു, വൃദ്ധർ അനാഥരെ ശുശ്രൂഷിക്കുന്നു, വിദ്യാഭ്യാസമില്ലാത്തടത്ത് വിദ്യാഭ്യാസം കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ കല്ലെറിയാൻ കാരണം എന്താണ്? എല്ലാവരും ഒന്ന് നമ്മളെ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത്? അപ്പം ഇങ്ങനെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തും നമ്മൾ നോക്കുമ്പോൾ ആ മിഖ്യാലിൻ്റെ പ്രാർത്ഥനയിൽ നമ്മളൊരു വചനം, ഒരു വാക്ക് പറഞ്ഞപ്പോൾ ചിലർക്ക് ഒന്ന് മടിച്ചു, ഒന്ന് ശങ്കിച്ചു അത് പറയാൻ. യുദ്ധത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം. ഇവിടെ യുദ്ധം ഇരിക്കുന്നു. ആ വാക്ക് എഫെസോസുകാർക്ക് ലേഖനം 6:2 മുതലുള്ള വാക്യങ്ങളാണ്. മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല നമ്മൾ പടപൊരുതുന്നത്, സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് നമ്മൾ പടപൊരുതുന്നത്. അങ്ങനൊരു യുദ്ധമാണ്. അപ്പം യുദ്ധത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണം. അപ്പോഴിങ്ങനെ എനിക്കിനിയും വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. സമയത്തിൻ്റെ പൂർണ്ണതയിൽ പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷയെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്നതും നവമാധ്യമങ്ങളിലൂടെ പിശാച് തിന്മ വിതയ്ക്കുമ്പോൾ അതേ മാധ്യമങ്ങളിലൂടെ നന്മ വിതയ്ക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണിത്. സത്യത്തിൽ നമ്മുടെ വലിയ ഉപവാസ പ്രാർത്ഥനയും മറ്റെല്ലാ പ്രാർത്ഥനയേക്കാൾ ശക്തമാണ് ജാഗരണ പ്രാർത്ഥന, ഉറക്കൊഴിച്ചുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് വലിയ ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ്. സത്യത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് നമുക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചോദിക്കാനല്ല. സത്യത്തിൽ നമ്മളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു ലോകത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ലോകം മുഴുവനിലും ഇങ്ങനെയുള്ള ജാഗരണ പ്രാർത്ഥന ദൈവം ക്രമീകരിച്ചിരിക്കുക. UK അവിടെ നമ്മുടെ നേഴ്സുമാർ സഹോദരിമാരൊന്നും അധികം ഇല്ലായിരുന്നു. സിംഗപ്പൂരൊക്കെ പോയിട്ടുള്ള മലയാളികൾ ചുറ്റിക്കറങ്ങി 10-30 വർഷം മുൻപ് അവിടെ ചെന്നവർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഇങ്ങനെ വെളിച്ചത്തിൻ്റെ ഒരു അഭാവം, ദൈവികമായ വെളിച്ചത്തിൻ്റെ കുറവ് ദൈവം കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രകാശിച്ച് ജ്വലിച്ച് നിൽക്കുന്ന നമ്മുടെ കേരളത്തിനുള്ള അനേകം ലക്ഷക്കണക്കിന് സഹോദരിമാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് UK വാതിൽ തുറക്കപ്പെട്ടു. ചിറ പൊളിച്ചു വിട്ടതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച സഹോദരിമാർ UK ചേക്കേറി. അവർ അവിടെ മിക്കവാറും പള്ളികളിൽ അവിടെ രാത്രി ഇതുപോലുള്ള ആരാധന വെച്ചിരിക്കുക, ജാഗരണ പ്രാർത്ഥന. പകലത്തെ ജോലി കഴിഞ്ഞ് 2-3 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് അവർ ആരാധനയ്ക്ക് പോകുന്നത്. അമേരിക്കൻ മിക്ക ദേവാലയങ്ങളുടെയും അണ്ടർഗ്രൗണ്ടിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് 24 മണിക്കൂർ ആരാധന നടക്കുക. അവിടെ ആരെയും നിർബന്ധിച്ചിട്ടല്ല, അവിടെ ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ രാത്രി 2 മണി വരെയുള്ളവരായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ താഴെ എൻ്റെ പേരും സമയം എഴുതുകയാണ്, 2 മുതൽ 4 വരെ. 2 മിനിറ്റ് മുൻപേ ആ കക്ഷി അവിടെ എത്തിയിരിക്കും. ഇതൊക്കെ ദൈവത്തിൻ്റെ ക്രമീകരണങ്ങളാണ്. ഒരു വശത്ത് ലോകം തിന്മ അതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് കുതിക്കുമ്പോൾ നന്മയും അതിനോടൊപ്പം തന്നെ ഈ ലോകത്ത് പ്രചരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് തളർന്ന് നശിച്ച് തകർന്നുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിലൂടെ തിരുസഭയിൽ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ഈ കാലഘട്ടത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്നത്, ഉയർത്തിയിരിക്കുന്നു.
അത് വലിയൊരു ശുശ്രൂഷയാണ്. നമ്മളിവിടെ ഇങ്ങനെ ഉറക്കൊളച്ചിരുന്ന് മറ്റുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ മുൻപിൽ വളരെ പ്രീതികരമായിട്ടൊരു ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് വിലാപങ്ങളുടെ പുസ്തകം അധ്യായം 2, 18-19 വാക്യങ്ങൾ. അവിടെ ദൈവം പറയുകയാണ്, സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കം നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലുകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുക. ഈ വെറും വിശപ്പല്ല, പട്ടിണിയും ദാരിദ്ര്യം കൊണ്ടുള്ള തളർന്നു വീഴലല്ല. ഇപ്പം തന്നെ എത്രയോ മാതാപിതാക്കന്മാരുടെ പ്രിയപ്പെട്ട മക്കള് ഏതെങ്കിലും ക്ലബിൽ മദ്യപിച്ച് ബന്ധനത്തിൽ കഴിയുക. ആ മാതാപിതാക്കളുടെ രക്തക്കണ്ണുനീര് ഒഴുകുന്നുണ്ട്. എത്രയോ കുടുംബനാഥൻ വരാൻ വേണ്ടി ഭാര്യ വീട്ടിൽ കാത്തിരിക്കുക, എവിടെയോ കുടിച്ച് മയങ്ങിക്കിടപ്പുണ്ട്. വിശ്വാസത്തിൽ വ്യതിചലിച്ചു പോയി ഏതെല്ലാം തിന്മയുടെ ബന്ധനത്തിൽ കഴിയുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുദ്ര കുത്തപ്പെട്ട ദൈവമക്കൾ എവിടെയൊക്കെയോ ചിതറിക്കിടക്കുന്നു. അപ്പം നമുക്ക് ചെറിയ നമ്മുടെ ഒരു എൻ്റെ മകളുടെ ഒരു കല്യാണമോ എൻ്റെ ഒരു തലവേദനയോ എൻ്റെ ഒരു കച്ചവടം ഒന്ന് പുരോഗമിക്കാൻ വേണ്ടി ആ ചെറിയൊരു വട്ടത്തിൽ കിടന്ന് കറങ്ങേണ്ടവരല്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ, ആവശ്യങ്ങൾ ദൈവം ഏറ്റെടുക്കും. അത് ചോദിക്കാതെ തന്നെ നമുക്ക് തരും. ഒത്തിരി പേരുടെ ജീവിതം പരിശോധിക്കുക. ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നടന്ന പലരും ആത്മീയ പരിശുദ്ധാത്മാവിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവരുടെ ജീവിതം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി അവരധികം ഒന്നും ചോദിക്കുന്നില്ല, എവിടെയോ മാറി, എല്ലാം മാധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് മാറിയിരിക്കുക. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിക്കോ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താ ചോദിക്കുന്നത്? വളരെ ചുരുക്കമായിരിക്കും. ഒരു കാലഘട്ടത്തിൽ ഞാൻ പലതും പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോഴ് ജപമാലയിൽ കൂടിയാണ് ഓരോ രഹസ്യവും മറ്റുള്ള മാധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് മാറിയത്. അത് ആത്മീയമായിട്ടുള്ളൊരു വളർച്ചയാണ്. അപ്പോഴെൻ്റെ കാര്യം ഞാൻ എപ്പോഴാണ് ചോദിക്കുന്നത്? ഒരു കനാലിലൂടെ വെള്ളം കൊണ്ടുപോവുക പാടത്തേക്ക്. ആ കനാലിലൂടെ വെള്ളം കൊണ്ടുപോകുമ്പോൾ ഈ കനാലിൻ്റെ ചുറ്റും നിൽക്കുന്ന ചെടിക്കും വെള്ളം കിട്ടുന്നുണ്ട്. ആ കനാൽ കൊണ്ടുള്ള വെള്ളം ഞാൻ പാടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കനാലിൻ്റെ ചുറ്റും നിൽക്കുന്ന ചെടി അതും വളരുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം നമ്മൾ ചോദിക്കാതെ തന്നെ അതിൽ ഇടപെടും എന്നുള്ളൊരു സത്യം. ഈ ആദ്യ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇനി നിങ്ങളുടെ ഒരു വഴിതെറ്റിപ്പോയ ഒരു മകന് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നിങ്ങളിങ്ങനെ കൂടെ കൂട്ടിച്ചേർത്ത്, കർത്താവേ, ഇതേപോലെ ജീവിക്കുന്ന 10,000-ങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണോ കർത്താവ്, ഇതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവം ലക്ഷങ്ങൾ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് മധ്യസ്ഥ പ്രാർത്ഥനയായി. എൻ്റെ കടം, എൻ്റെ മകളുടെ കല്യാണം, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം എന്ന് മാത്രം വയ്ക്കുമ്പോൾ സ്വാർത്ഥത നിറഞ്ഞൊരു പ്രാർത്ഥനയാണ്. അവിടുന്ന് കുറച്ചുകൂടി ഉയർന്ന് ഇതേപോലെ വേദനിക്കുന്ന ലക്ഷങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി ഈ ജാഗരണ പ്രാർത്ഥനയിൽ അവരെ കൂടി നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ വലിയ മാറ്റം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗത്തിലും വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, യഥാർത്ഥമായ മാധ്യസ്ഥ പ്രാർത്ഥനയുടെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരിക്കലും അപ്പസ്തോല പ്രവർത്തനം 12 ഒരു സംഭവം ഉണ്ടായി. കർത്താവിൻ്റെ സഹോദരൻ യാക്കോബിനെ ഹെറോദീസ് വധിച്ചു. അദ്ദേഹത്തെ കൊന്നു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. എന്നാൽ പത്രോസിനെയും കൊന്നേക്കാം. പത്രോസിനെയും പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുക. ഇപ്പോൾ ഈ പെസഹ തിരുനാൾ കഴിഞ്ഞിട്ടായിക്കോട്ടെ കൊല്ലാൻ സഭ അവന് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വേറെ എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് സൈന്യമോ ആയുധമോ ഒന്നും അല്ലല്ലോ. നമ്മുടെ ആയുധം പ്രാർത്ഥനയല്ലേ. തമ്പുരാൻ്റെ മുമ്പിൽ ആദ്യത്തെ മാർപ്പാപ്പ കാരാഗ്രഹത്തിൽ കിടക്കുന്നു. ഒരു ശിഷ്യനെ കൊന്നു കഴിഞ്ഞു, 12 ഒരാളെ വധിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം പത്രോസ്ലീഹം വധിക്കപ്പെടുക. വിശ്വാസികൾ കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. ഒരു ദൂതനെ അയക്കുകയാണ് കാരാഗ്രഹത്തിലേക്ക്. ചങ്ങലകളാൽ ബന്ധിതരായി കിടക്കുക. ദൂതൻ വന്ന് പത്രോസ്ലീഹയുടെ പാർശ്വത്തിൽ തട്ടി, കണ്ണു തുറന്നു. ചങ്ങലകൾ താനേ അഴിഞ്ഞു. ചെരുപ്പിടാൻ ആവശ്യപ്പെട്ട് ചെരുപ്പിട്ടു.
ഓരോ കാരാഗ്രഹത്തിൻ്റെ വാതിൽ തനിയെ തുറക്കപ്പെടുക. ഒരു തെരുവിലെത്തി, നോക്കിയപ്പോൾ കൂടെ വന്ന ആളെ കാണാനില്ല. ഇപ്പോഴാണ് പത്രോസ്ലിയ മനസ്സിലാക്കുന്നത്, ഹേറോദീസിൻ്റെ ദുരാലോചനയിൽ നിന്ന് ദൈവം ഒരു ദൂതനെ അയച്ച് എന്നെ രക്ഷിച്ചതായിരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണ്? വിശ്വാസികളുടെ ജാഗരണ പ്രാർത്ഥന. ഹല്ലേലൂയ. അവിടെ ഒരു കുടുംബത്തിൽ വിശ്വാസികൾ കണ്ണിയോടുകൂടെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വീട്ടിലേക്കാണ് പത്രോസ്ലിയ ചെല്ലുന്നത്. വാതിലിന് തട്ടി. വേലക്കാരി ഓടി വന്ന് എത്തി നോക്കിയപ്പോൾ പത്രോസ്ലിയെ സന്തോഷം കൊണ്ട് അവൾ മതി മറന്ന് കതക് തുറക്കാൻ പോലും മടിച്ച് ഓടിച്ചെന്ന് പ്രാർത്ഥിക്കുന്നവരോട് പറയുകയാണ്, ദാ പത്രോസ് വന്നിരിക്കുന്നു. പ്രാർത്ഥനക്കാരുടെ മറുപടി അത് അവൻ്റെ കാൽമാലാഹിയായിരിക്കും, അവനെ കൊന്നു കാണും. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതെങ്ങനെ സംഭവിക്കുന്നത്? അവൻ്റെ മാലാഹിയായിരിക്കും. അവിടെ വാദപ്രതി പത്രോസ്ലിയും മുട്ടിക്കൊണ്ടിരിക്കുക. അവസാനം കതക് തുറന്നപ്പോൾ മാലാഹിയായിരുന്നില്ല, സാക്ഷാൽ പത്രോസ് തന്നെയായിരുന്നു. ഇതാണ് നമ്മുടെ ദൗത്യം. വിശ്വാസത്തിൽ വ്യതിരിച്ചു പോയ എത്രയോ നിരപരാധികൾ ലോകത്തിൻ്റെ ജയിലുകളിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ കാരണത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. നമുക്കൊരു കടമയില്ലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? വിശുദ്ധ പൗലോസ്ലി എന്താ പറയുന്നത്? ഞാൻ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം കിട്ടാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം നമ്മുടെ മുൻനിര പോരാളികൾ എവിടെയൊക്കെ ജീവൻ പണയപ്പെടുത്തി ക്രിസ്തുവിന് വേണ്ടി പ്രഘോഷിക്കുന്നു. നമ്മുടെ ദൗത്യമാണ് ഇവിടെ ഇതുപോലെ ജാഗരണ പ്രാർത്ഥനയിലൂടെ അവർക്ക് ശക്തി കൊടുക്കുക, സഭ അധികാരികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, പണ്ടൊക്കെ വലിയ അത്ഭുതമായിരുന്നു ചെങ്കടൽ വിഭജിച്ചതും 40 വർഷം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ ദൈവം നയിച്ചതും അവർക്ക് മന്ന കൊടുത്തതും കാടപ്പക്ഷിയെ കൊടുത്തതും കരിമ്പാറയിൽ നിന്ന് വെള്ളം കൊടുത്തതും വലിയ അത്ഭുതമായിട്ട് പ്രസംഗിക്കാറുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു പോയ സംഭവമല്ലേ. ഇപ്പം ഞാൻ ജനങ്ങളോട് പറയുന്നത് അതിനേക്കാൾ വലിയ അത്ഭുതമാണ് ഒരു സഹോദരൻ തന്നെ ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ശാലോം ഈ പ്രസ്ഥാനം ഉയർന്നു വന്നത് 40 വർഷം മരുഭൂമിയിൽ ദൈവജനത്തെ നയിച്ചത് ഇന്നത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ അത് അത്ഭുതമേ അല്ല. ഈ കാലഘട്ടത്തിൽ പരസ്യം സ്വീകരിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെ പ്രസ്ഥാനം മുന്നോട്ട് പോകുക. അപ്പം ഇതിനെ ശത്രുക്കൾ എപ്പോഴും വേട്ടയാടാൻ ശ്രമിക്കും. അപ്പം അവർക്ക് കോട്ടയായിട്ട് നമ്മുടെ പ്രാർത്ഥന വേണം. നേതൃത്വം കൊടുക്കുന്നവരും ശാലവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുന്ന സകലർക്കും സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മുടെ കടമയാണ്. വലിയ പ്രതികൂല സാഹചര്യത്തിലൂടെ സഭയെ നയിക്കുന്ന, സഭയിൽ പ്രാർത്ഥനയുണ്ട്, വിശുദ്ധ ബലിയിൽ പ്രാർത്ഥനയുണ്ട്, മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും മെത്രാന്മാർക്ക് വേണ്ടിയും. അതുകൊണ്ട് തൃപ്തിപ്പെടരുത്. നമ്മൾ ഇങ്ങനെയുള്ള സമയത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അവിടെയും ഇവിടെയും ആരെങ്കിലും പിശാച് പിടിക്കുമ്പോൾ മാധ്യമങ്ങളത് ആഘോഷിക്കുക, ചങ്ക് തകർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് പ്രാർത്ഥനാ പോരാളികളായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതാ നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മൾ ഇന്നതെനിക്ക് വേണം, ഇത് വേണമെന്ന് പറയാതെ തന്നെ അവിടെ ദൈവം ഇടപെട്ടിരിക്കും. ഇത് നിങ്ങൾ നോട്ട് ചെയ്തോ? അത് കൃത്യമായിട്ട് ഇടപെട്ടിരിക്കും. നിങ്ങളുടെ ഈ ആവശ്യത്തിൽ മാത്രം തളയ്ക്കപ്പെട്ട് കിടക്കരുത്. ഇതിനേക്കാൾ ആവശ്യത്തിലിരിക്കുന്നവർക്ക് നമ്മൾ 1 മിനിറ്റ് ഒന്ന് ഉണർന്നിരുന്ന് അവർക്ക് വേണ്ടി ചങ്ക് തകർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കാരാഗ്രഹത്തിലേക്ക് ദൂതനെ അയച്ചതുപോലെ എവിടെയെല്ലാം ആരെല്ലാം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നോ, പിശാചിൻ്റെ പിടിയിലായിരിക്കാം, അന്ധവിശ്വാസത്തിലായിരിക്കാം, മദ്യപാനത്തിലായിരിക്കാം, ജഡികപാപത്തിലായിരിക്കാം, എത്രയോ കുടുംബങ്ങൾ തകരുന്നു. ഇന്ന് 10 കുടുംബം എടുത്താൽ അതിലൊരു 8 കുടുംബത്തിലെങ്കിലും ആരെങ്കിലും വിശ്വാസമില്ലാത്തൊരു വ്യക്തി അവിടെ കാണാൻ പറ്റും. ആ കുടുംബത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ തോമാസ്ലിയെ നേരിട്ട് അവരുടെ പൂർവികർക്ക് ജ്ഞാനസ്നാനം കൊടുത്ത പാരമ്പര്യമൊക്കെ പറയാൻ കാണും ആ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ. പക്ഷെ ദൈവവിശ്വാസമില്ലാത്ത, കുമ്പസാരമില്ലാത്ത, കുർബാനയില്ലാത്ത, പ്രാർത്ഥനയില്ലാത്ത ഒരു വ്യക്തി അവിടെ കാണും. അങ്ങനെ 10 കുടുംബം എടുത്താൽ 8 കുടുംബത്തിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ വേർതിരിച്ച് വെച്ചിരിക്കുന്നതാണ്. ആ പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുരുങ്ങിയ സമയത്ത് വലിയ സന്ദേശത്തിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. പുതിയ നിയമത്തിലെ 2 മർമ്മങ്ങളാണ് ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടി അയക്കപ്പെട്ട സ്നാപക യോഹന്നാൻ. സെമിനാരിയിൽ നിന്നല്ല, ദൈവശാസ്ത്രം അദ്ദേഹം പഠിച്ചത് അമ്മയുടെ ഉദരത്തിൽ വെച്ച്. പരിശുദ്ധാത്മാവുണ്ട്, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ച ആൾ. സമയത്തിൻ്റെ പൂർണ്ണതയിൽ അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവുണ്ടെന്ന് പറഞ്ഞ ആളായതുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് എത്ര വേണമെങ്കിലും പ്രസംഗിക്കാൻ കഴിവുള്ള മനുഷ്യന്. മർമ്മം മാത്രമാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ.
മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിനകത്തെല്ലാം ഉണ്ട്. ഒരു വിശ്വാസി അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചില്ലെങ്കിൽ, ഒരു വിശ്വാസി അതിൻ്റെ അർത്ഥം ജീവിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ, വിജയിക്കോ പരാജയിക്കോ വേറൊരു കാര്യം, ഇത് ഗ്രഹിച്ചത് ജീവിക്കാൻ പരിശ്രമിച്ചില്ലെങ്കിൽ ആ വ്യക്തി എവിടെ എത്തിയിട്ടില്ല. ഇനി അദ്ദേഹം പ്രസംഗിച്ച് കടന്നുപോയി. ആർക്കു വേണ്ടി വഴിയൊരുക്കാൻ വന്നതാണ്? ഈശോയ്ക്ക് വേണ്ടി. ഈശോയുടെ പ്രസംഗം എന്തായിരുന്നു? മത്തായിയുടെ സുവിശേഷം 4:17. ഈശോയ്ക്കും മറ്റൊന്നും പറയാനില്ല. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിനുശേഷം ലോകം മുഴുവൻ അയക്കുന്നതിന് വേണ്ടി 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. ഇപ്പോഴ് ഒരു മൈക്ക് കിട്ടി, കുറച്ച് പേരിവിടെ വന്നിട്ടുണ്ട്, 2 തമാശയൊക്കെ പറഞ്ഞ് ഇവരൊന്ന് പൊട്ടിച്ചിരിപ്പിക്കുക, ഉറങ്ങാതും ഇരിക്കും, നാളെയും ഈ ദുഃഖിച്ച് വന്ന ഒരു സന്തോഷമായിട്ട് പോകട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ അതൊരു സുവിശേഷ പ്രഘോഷകൻ്റെ കടമയല്ല. എൻ്റെ കടമ എന്താണ്? ഈ രാത്രി എന്ത് പ്രതീക്ഷിച്ച് ജനം ഇവിടെ വന്നു? ഈ ജനത്തിനോട് ദൈവം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ ജനം ദൈവത്തിൽ നിന്നെന്താണ് പ്രതീക്ഷിക്കുന്നത്? അതാണ് പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്. അപ്പോസ്തലന്മാരോട് കർത്താവ് തിരഞ്ഞെടുത്തിട്ട് അവർക്ക് കൽപ്പന കൊടുക്കുകയാണ്, നിങ്ങളുടെ ശുശ്രൂഷ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ. പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ, അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ഇതിലേതായിരിക്കും പ്രധാനപ്പെട്ടത്? രോഗശാന്തിയോ ദൈവരാജ്യമോ? നിങ്ങൾ ചേരുമ്പടി ചേർത്ത് പറയും ദൈവരാജ്യം എന്ന്. എനിക്ക് അത്രയും കൂടി വിശ്വസിക്കാൻ പറ്റുന്നില്ല. ക്യാൻസർ സെൻ്റർ എന്നൊരു സഹോദരിയും അവസാന സ്റ്റേജിൽ എത്തി നിൽക്കുകയും അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൂടി വന്ന ഒരു 20 ദിവസം എന്ത് കൊടുത്താലും അതൊക്കെ തിരിച്ചു പോരുക, ഛർദ്ദിക്കുകയും ഇനി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, ഈ നിലയിലൂടെ കിടത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. ആ സഹോദരി അത് കേട്ടിട്ട് പറഞ്ഞു, എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ? അടുത്തല്ലേ ഡിവൈൻ, എന്നെ ഡിവൈനിലേക്ക് കൊണ്ടുപോകുക. എന്തിനു വേണ്ടിയാണ്? രോഗശാന്തി പ്രതീക്ഷിച്ചല്ല, മരിക്കാൻ ഒരുങ്ങാനാണ്. അവിടെ മുറിയിൽ ടെലിവിഷൻ വെച്ചിട്ടുണ്ട്, സ്റ്റേജിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാം കാണാം, അതിൽ കടന്നുകൊണ്ടാണെങ്കിലും ധ്യാനത്തിൽ കൂടാവല്ലോ. അപ്പം എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ചെറിയ തെറ്റ് എങ്കിലും അതുപോലും കണ്ടെത്തി ഒരുങ്ങി മരിക്കാനാണ് ആ സഹോദരി അങ്ങോട്ട് ഡിവൈനിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെട്ടത്. ആ സ്ത്രീക്ക് ഏതായിരിക്കും പ്രധാനപ്പെട്ടത്? ദൈവരാജ്യമാണോ രോഗശാന്തിയാണോ? നിങ്ങളിങ്ങനെ വാക്ക് മാറ്റി പറയരുത്. ഇതെനിക്കറിയായിരുന്നു, നിങ്ങൾ പെട്ടെന്ന് വാക്ക് മാറുമെന്ന്. കുറച്ച് നേരത്തെ ദൈവരാജ്യം എന്ന് പറഞ്ഞൊരു ഇപ്പോൾ മാറ്റി പറഞ്ഞു രോഗശാന്തി. ഞാൻ ഇങ്ങനെ വിവരിച്ച് പറഞ്ഞപ്പോൾ ശരി, നമുക്ക് തർക്കം തീർക്കാം. ഈശോ എന്താ പറയുന്നത് നോക്കാം. മത്തായിയുടെ സുവിശേഷം 16:26 ഈശോ പറയുകയാണ്, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം? ഏതായിരുന്നു വലുത്? ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിന്നാൽ പോരായിരുന്നു. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്താ പ്രയോജനം? ബോംബെയിൽ ധ്യാനിപ്പിക്കുമ്പോഴും ഞാനത് വ്യാഖ്യാനിക്കാൻ വേണ്ടി അവരോട് ചോദിച്ചു, ഇവിടെ ഒരു സെൻറ്റിന് എന്ത് വിലയുണ്ട്? അപ്പോൾ അവർ പരസ്പരം ചിരിക്കുക, എന്തൊക്കെയോ പിറുപിറുക്കുന്ന കണ്ടു. ഞാൻ ചോദിച്ചു, എന്താ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ബ്രദറെ ഇത് കേരളമല്ല, ഇത് ബോംബെ, ഇവിടെ സെൻറ്റും ഏക്കറും അല്ല, സ്ക്വയർ ഫീറ്റിനാണ് വില. ശരി, അവിടെ ഒരു സ്ക്വയർ ഫീറ്റിന് എന്താ വില? 7 ലക്ഷം രൂപ. അങ്ങനെയാണെങ്കിൽ ബോംബെ, ഡൽഹി, മറ്റ് പൊന്ന് കറൻസി അതൊക്കെ വേറെ. ഈ ലോകത്തിൽ സമ്പത്ത് എത്രയാണ്? ഇത് മുഴുവനും എൻ്റേതാണെന്ന് വിചാരിക്കുക. ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താ പ്രയോജനം? അപ്പോൾ ഈ ദൈവരാജ്യം അന്വേഷിക്കാൻ പറഞ്ഞാൽ അതിന് ഒത്തിരി വ്യാഖ്യാനം വേണമെങ്കിൽ കൊടുക്കാം. നമ്മുടെ ഉള്ള സമയത്തിനകത്ത് ചെറിയൊരു വ്യാഖ്യാനം, ഒരു നാടൻ വ്യാഖ്യാനം ഞാനങ്ങ് പറയുക. ഇപ്പം നമ്മൾ കാണുന്ന ഒരു പുതിയ ഒരു രീതിയാണ് കുഴഞ്ഞു വീണ് മരിക്കുക. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂർത്തിയാക്കാൻ പറ്റുമോ അറിയില്ല, കുഴഞ്ഞു വീണ് മരിക്കുക. ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുക. അങ്ങനെ ഒരു രോഗം ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ നിന്ന് പ്രസംഗിച്ച് ഈ പ്രസംഗം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, അതിനിടയിൽ അങ്ങ് കുഴഞ്ഞു വീണ് മരിക്കുക എന്ന് വിചാരിക്കുക. തൊട്ടപ്പുറത്ത് അച്ഛനുണ്ട്, അച്ഛനൊന്ന് വിളിച്ച് കുമ്പസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുള്ള അവസരം കിട്ടിയില്ല. ഇനി അന്തിമ വിധി ദിവസം ഇടയൻ ചെമ്മരിയാടുകളെ കോലാടിയിൽ നിന്ന് വേർതിരിക്കുമ്പോൾ ഇടത്തും വലത്തും നിർത്തുമ്പോൾ എൻ്റെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. നിങ്ങൾക്കും അറിയാവുന്ന എൻ്റെ വിചാരം, എൻ്റെ സ്ഥാനമല്ല നിങ്ങളുടെ സ്ഥാനം. ഇപ്പം നമുക്ക് കുമ്പസാരിക്കാൻ അവസരം കിട്ടിയില്ല, ആരോ ഒരു ബോംബ് ഇതിൻ്റെ മുകളിൽ കൊണ്ടിട്ട് നമ്മളൊക്കെ തീർന്നു വിചാരിക്കുക. ഇനി നമ്മൾ അന്തിമ വിധി ദിവസം ഇടയൻ ചെമ്മരിയാടുകൾ കോനാടിൽ നിന്ന് വേർതിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥാനം എവിടെയായിരിക്കും നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. വേദപ്രമാണങ്ങൾ 10-ൽ 1 അതിൽ കൂടുതലോ ലംഘിച്ച അവസ്ഥയിലാണെങ്കിൽ നിശ്ചയമായിട്ടും ഇടതുവശത്തായിരിക്കും.
ഈ ദൈവരാജ്യം അന്വേഷിക്കാൻ പറഞ്ഞത് ലളിതമായ രീതിയിൽ ഇത്രയേ ഉള്ളൂ. പാപത്തിൽ നിന്ന് വിടവാങ്ങുക, പാപത്തിൽ നിന്ന് മാറി ജീവിക്കുക, ഇത്രയേ ഉള്ളൂ ഇതിനർത്ഥം. ഇതാ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടും. ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടത്. ഇവിടെ ഈ ഭൂമിയിൽ 2 രാജ്യമേ ഉള്ളൂ. ഒന്ന് ദൈവരാജ്യവും ഒന്ന് ലോകരാജ്യം, പിശാചിൻ്റെ രാജ്യവും. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. ആ വ്യക്തിക്ക് ഏത് രാജ്യത്ത് വേണമെങ്കിലും താമസിക്കാം. പിശാചിൻ്റെ രാജ്യത്തിൽ വേണോ താമസിക്കാം, ദൈവരാജ്യത്തിൽ വേണോ ജീവിക്കാം. ഒരൊറ്റ വ്യവസ്ഥ, പിശാചിൻ്റെ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ അവൻ്റെ നിയമം പാലിക്കണം, ദൈവരാജ്യത്തിൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നിയമം പാലിക്കണം. ആ ഒരൊറ്റ നിയമമേ ഉള്ളൂ. എന്താണ് പിശാചിൻ്റെ രാജ്യത്തിൻ്റെ നിയമം? എന്താണ് ദൈവരാജ്യത്തിൻ്റെ നിയമം? പിശാചിൻ്റെ രാജ്യത്തിൻ്റെ നിയമം ഇത്രയേ ഉള്ളൂ: ദൈവം എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യാതിരിക്കുക, ദൈവം എന്തൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. മദ്യപാനി ദൈവരാജ്യത്തിൽ പോവില്ല. പിശാച് പറയും നീ കുടിച്ചോ, ഇത് വാങ്ങി ഭക്ഷിക്കും, നിങ്ങൾ ജീവിക്കും, നീ പള്ളിയിൽ പോകരുത്, പോകുകയാണെങ്കിൽ കുർബാന സ്വീകരിക്കരുത്, സ്വീകരിക്കുകയാണെങ്കിൽ യോഗ്യതയോട് സ്വീകരിക്കരുത്. ഇത് സാത്താൻ്റെ രാജ്യത്തിലെ നിയമമാണ്. ഈ 2 വഞ്ചി കാല് വെച്ചുള്ള യാത്ര നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കില്ല. ഇപ്പം ബൈബിൾ പറയണം, നമ്മളൊരു തീരുമാനം, നമ്മൾ ഒത്തിരി കിടന്ന് നിലവിളിച്ച് ചങ്കത്തടിച്ച് ഈ കരയും വെക്കേണ്ട ഒരാവശ്യമില്ല. കാരണം നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ സന്തോഷമായിട്ടിരിക്കണം, സമാധാനമായിട്ടിരിക്കണം, ഐശ്വര്യമായിട്ടിരിക്കണം. നമ്മുടെ അപ്പൻ്റെ ആഗ്രഹം അത്. അതിന് നമ്മളിങ്ങനെ ഈ ഭിക്ഷക്കാരെ പോലെ വല്ലതും തരണേ എന്ന് പറഞ്ഞിങ്ങനെ കൈകാലിട്ട് ചലിപ്പിച്ചൊരു പ്രത്യേക രീതിയിലൊന്നും കർത്താവിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ഇല്ലാത്ത കള്ളക്കരച്ചിലൊന്നും കരഞ്ഞു കാണിക്കേണ്ട ഒരാവശ്യവും ഇല്ല. മക്കളാണെങ്കിൽ സ്വാതന്ത്ര്യത്തിൽ, അപ്പോൾ ഇന്നത് ആവശ്യമുണ്ട് കേട്ടോ, മക്കളായിരിക്കണം. ദൈവരാജ്യത്തിലാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 6:33, ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി കൂട്ടിച്ചേർത്തോ, ബാക്കിയെല്ലാം ദൈവരാജ്യം അവിടെ ഇരിക്കട്ടെ കർത്താവെ. പറ്റുമെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞ നിയോഗം ഒന്ന് സാധിച്ചത്. പെണ്ണിന് 31 വയസ്സായി, ദൈവരാജ്യം എവിടെയെങ്കിലും ഇട്ട് അതിന് കെട്ടിച്ചു വിട്ട് ഒരു മാപ്പിളയെ കൊണ്ടെത്താം. ഒരെണ്ണത്തിനെ കല്യാണം കഴിച്ച് കടവും വാങ്ങിച്ച് കല്യാണം കഴിച്ചത്. ഇപ്പം അവിടെയാണെങ്കിൽ അതിന് കണ്ണുനീരാ. അവിടെ അവൻ ആ കെട്ടിയവൻ അവനൊരു മാനസാന്തരം കൊടുക്കും. ദൈവരാജ്യം അവിടെ ഇരിക്കട്ടെ. ഇതാ നമ്മുടെ കുഴപ്പം. നമ്മളൊരു ലിസ്റ്റും കൊണ്ട് നടപ്പുണ്ട്. തമ്പുരാൻ ഒരു കാര്യം പറയാനായിട്ട് തമ്പുരാനും നടപ്പുണ്ട്. ഗുസ്തിയാണ്, ദൈവത്തോട് ഗുസ്തിയാണ്. ഇത്രയേ ഉള്ളൂ പ്രശ്നം. ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം വേണ്ടത് കൂട്ടിച്ചേർത്ത് തരാം. ഫലിതമായിട്ട് തോന്നുമല്ലേ? എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകത, ഞാൻ 5 ദിവസം ഇടവധ്യാനമാണ് നടത്തുന്നത്. അപ്പോൾ പാട്ടൂസത്തിൻ്റെ പുറകിൽ അഡ്രസ്സ് ഉണ്ടാവും. ഇത് പറയുമ്പം പരിശുദ്ധാത്മാവ് പലരുടെയും ഹൃദയം തുറക്കും, അതവിടെ നടക്കും. അങ്ങനെയാണല്ലോ കർത്താവിൻ്റെ പ്രവർത്തന ശൈലി. എങ്ങനെയല്ലേ? മർക്കോസിൻ്റെ സുവിശേഷം അവസാനിക്കുന്നത് അങ്ങനെയാണ്. ഈശോ കൽപ്പിച്ചു, നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും. ഇപ്പോഴത്തെ പോലെ ഇപ്പം അത് വീണ്ടും അങ്ങനെയായി. ഇടയ്ക്ക് ക്രിസ്ത്യാനിയോട് സുവിശേഷം പ്രസംഗിക്കുന്ന രീതിയായിരുന്നു. അതൊക്കെ പരിശുദ്ധാത്മാവ് മാറ്റി. സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവാൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ശിക്ഷിക്കപ്പെടുന്നത് വിശ്വസിക്കാത്തതുകൊണ്ട് സ്നാനം സ്വീകരിക്കാത്തതുകൊണ്ടോ അല്ല, അവനവൻ്റെ പാപത്തിൽ മരിക്കുന്നു സാരം. ഇനി ഞാൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചാലോ നിത്യനാശത്തിന് അർഹനാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും യോഗ്യത കൊണ്ട് എനിക്ക് പാപമോചനം കിട്ടുന്നു. അതതിൻ്റെ അർത്ഥം. ഈ പ്രസംഗം അപ്പസ്തോലന്മാരങ്ങ് പ്രസംഗിച്ചു. ഇതാ സഭയോട് പ്രസംഗിക്കാൻ പറഞ്ഞത്. ഇതാ കർത്താവ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. എന്നിട്ട് അത് മനസ്സിലാക്കിയ വ്യക്തികൾ ആവശ്യപ്പെടുകയാണെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ. അങ്ങനെ ചെയ്യുന്നവരോട് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. യോനായെ പോലെ ദൈവം നിനിവേലേക്ക് പോകാൻ കൽപ്പിക്കും. ഞാൻ താർഷിസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കർത്താവൊന്നും കൂടെ കാണില്ല. കർത്താവ് എന്ത് കൽപ്പിച്ചോ പഠിപ്പിക്കാൻ, എന്ത് ചെയ്യാൻ പറഞ്ഞോ അത് ചെയ്യുന്നിടത്ത് കർത്താവ് ഉണ്ടാവും. അടുത്ത വചനം പറയുകയാണ്, മർക്കോസിൻ്റെ സുവിശേഷം 16, 19, 20 വാക്യങ്ങൾ. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറയാം. ഡിവൈനിൽ 10 അന്ന് 10,000 15,000 പേര് ഒരാഴ്ചയിലും ധ്യാനത്തിന് വരുന്ന സമയമാണ്. ഒരു അക്രൈസ്തവൻ ഡോക്ടർ ഇവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന് കണ്ടുപിടിക്കണം. കണ്ണടയ്ക്കാൻ പറയുമ്പോൾ മിഴിച്ചിരിക്കും. വരപ്പെട്ട് എന്താ പരിപാടി ചെയ്യുന്നത് കാണണം. അങ്ങനെ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് ഒരു കുട്ടി, ആ കുട്ടിയുടെ 2 കാല് പോളിയോ ബാധിച്ചിങ്ങനെ കയറ് പോലെ പിരിഞ്ഞ് തൂങ്ങിക്കിടക്കുക. ആ കുട്ടിയെ മടിയിലിരുത്തി പിതാവ് ചങ്ക് തകർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടർ തൊട്ടടുത്തായിരിക്കുന്നു. അവിടെ പരിശുദ്ധ കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടക്കുമ്പോൾ ഈ അപ്പൻ പൊട്ടിക്കരഞ്ഞ് കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുക.
ഈ കുട്ടി പതുക്കെ കാലിന് ശക്തി കിട്ടി അപ്പൻ്റെ മടിയിൽ നൂർന്നിറങ്ങി അവിടെ നിൽക്കുക. ഡോക്ടർ മിഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയല്ല, അദ്ദേഹം ഇത് കാണുന്നുണ്ട്. അപ്പൻ ഇതല്ല, അപ്പൻ അയ്യോ പാവം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 2 സ്റ്റെപ്പ് ഈ കുട്ടി വെച്ചത് ഡോക്ടർ എല്ലാ പിടിയും വിട്ട് പൊട്ടിക്കരഞ്ഞ് സ്തുതിപ്പങ്ങ് തുടങ്ങി ഡോക്ടർ. 5 ദിവസം ധ്യാനം കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ കയറി വന്ന് പറയുകയാണ്, ഞാൻ വിചാരിച്ചത് മനഃശാസ്ത്രപരമായിട്ടുള്ള ചില സൗഖ്യമൊക്കെ കിട്ടും. ഏതാണ്ട് ഇന്ന് രോഗികളായിരിക്കുന്നതിൽ 65% പേരും മനസ്സിൻ്റെ പിരിമുറുക്കം കൊണ്ട് രോഗിയായതാണ്. അപ്പോൾ ഒന്നിച്ചുകൂടി പാടും പ്രാർത്ഥിക്കും, ബഹളം വയ്ക്കുകയോ ചെയ്യുമ്പോൾ ചില തലവേദനയോ വല്ല അലർജിയൊക്കെ പോയി നിരിക്കും. ഇതായി നടക്കുന്ന പരിപാടി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ കൊച്ചു കുട്ടിയുടെ ഈ കയറ് പോലെ പിരിഞ്ഞു കിടന്ന കാല് എന്ത് മനസ്സിൻ്റെ പിരിമുറുക്കം കൊണ്ടാണ് പിരിഞ്ഞത്, അല്ലെങ്കിൽ എന്ത് മനസമാധാനം ഇപ്പോൾ ആ കുട്ടിക്ക് കിട്ടിയത്? യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ 10,000-കണക്കിന് മതഗ്രന്ഥങ്ങളോ പ്രബോധനങ്ങളോ എനിക്ക് ആവശ്യമില്ല. ഈ ഒരൊറ്റ സാക്ഷ്യം ധാരാളം മതി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഇതാണ് ബൈബിൾ പറയുന്നത്. അവൻ അവിടെ കർത്താവിനെ പ്രസംഗിക്കുന്ന അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുന്നു. ഇങ്ങനെയും ദൈവരാജ്യം കത്തിപ്പടരൂ. കുറേ ട്രിക്ക് ഇറക്കിയത് കൊണ്ടോ, കുറേ ഒറ്റമൂലി ഇറക്കിയത് കൊണ്ടോ, കുറേ ടെക്നിക്ക് ഇറക്കിയത് കൊണ്ടോ അവിടെ നീക്കി 1 ഇഞ്ച് മുന്നോട്ട് പോകില്ല. ഉളിയും കൊട്ടോടിയില്ലാത്ത ആശാരിയെ വിളിച്ചിട്ട് എന്ത് ചെയ്യാനാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളില്ലാതെ ദൈവരാജ്യം പടുത്തുയർത്താൻ പറ്റുമോ? അതിനാ കർത്താവ് കഴുതയ്ക്കൂടി ഈ കാലഘട്ടത്തിൽ വരം കൊടുത്തിരിക്കുന്നു, ദൈവരാജ്യം പടുത്തുയർത്താൻ വേണ്ടി. ഒരു പാവപ്പെട്ട ഹൈന്ദവ സഹോദരിയെ കൂലിവേല ചെയ്യേ, പാവത്തിൻ്റെ 2 കിഡ്നിയും പോയി. 2 ഡയാലിസിസാണ് ആഴ്ചയിൽ. അയൽവാസികളൊക്കെ സഹായിക്കും. അപ്പോഴാരോ പറഞ്ഞു, മോളെ നീ ഡിവൈനിൽ പോയിട്ട് ഈശോയോട് പ്രാർത്ഥിക്ക്, ഈശോ നിന്നെ സുഖപ്പെടുത്തും. അങ്ങനെ ഡിവൈനിൽ വന്നു. വിശ്രമ സമയത്ത് ഈ പാവം അവിടെ ക്രൂശ് രൂപത്തിൻ്റെ മുമ്പിലിരുന്ന് അതിനറിയാവുന്ന പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചു. യേശുവേ, നിൻ്റെ ശരീരം മുഴുവൻ യഹൂദന്മാർ തല്ലിച്ചതച്ച് മുറിവേൽപ്പിച്ചു. യേശുവേ, നിൻ്റെ കിഡ്നി നല്ലതായിരിക്കുമല്ലോ. എൻ്റെ 2 കിഡ്നി പോയി യേശുവേ, നിൻ്റെ 1 കിഡ്നി എനിക്ക് തരണമേ. അത് നിഷ്കളങ്കമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ കുട്ടി കേട്ടിട്ടുണ്ട്, യോജിച്ച കിഡ്നി കിട്ടുകയാണെങ്കിൽ മാറ്റി വയ്ക്കാൻ പറ്റും, അത് കിട്ടണം, അതിന് ലക്ഷങ്ങൾ വേറെ, പിന്നെ മരുന്ന് വേറെ, അത് മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈശോയുടെ രൂപത്തിലേക്ക് നോക്കിയിട്ട് നിഷ്കളമായിട്ട് ആ കുട്ടി പ്രാർത്ഥിക്കുക, നിൻ്റെ 1 കിഡ്നി എനിക്ക് തരണം, 2 എണ്ണം വേണ്ട, 1 എണ്ണം എനിക്ക് തരണം. ഇതൊക്കെയാണ് പ്രാർത്ഥന. ധ്യാനം കഴിഞ്ഞ് അപ്പോൾ 1 ഡയാലിസിസ് മുടങ്ങി. ചിലപ്പോൾ ഡോക്ടർമാർ ചൂടാവും. പേടിച്ച് പറിച്ചാണ് ചെന്നത്. മുൻകൂർ ജാമ്യം എടുത്തു. ഞാനിങ്ങനെ ധ്യാനത്തിന് പോയതായിരുന്നു, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. പക്ഷെ എനിക്ക് കുഴപ്പമായിട്ടൊന്നും അനുഭവപ്പെടുന്നില്ല. അല്പം കോപത്തോടുകൂടി തന്നെ ചെക്കപ്പിന് കൂട്ടിക്കൊണ്ടുപോയി. ഡോക്ടർ ഒരൊറ്റ ഇരുപ്പ. അപ്പം ഇതിന് പേടിയായി, ഉള്ളതും കൂടി പോയോ എന്ന്. എന്ത് പറ്റി ഡോക്ടറെ? അതാ മോളെ ഞാനും ആലോചിക്കുന്നത്, നിൻ്റെ പഴയ കിഡ്നി ഇവിടെ കാണുന്നില്ല, 2 പുതിയ കിഡ്നിയാണ്, ഇതിന് ഡയാലിസിസ് ആവശ്യമില്ല. ഇത് പലസ്തീനയിൽ നടന്ന കാര്യമില്ല, ഈ കേരളത്തിൽ ഈ തലമുറയിൽ നടന്ന കാര്യങ്ങളാണ്. അവൻ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുന്നില്ല. ഇതൊക്കെ പണ്ടേ നാമാവിശേഷമായി പോകേണ്ടതല്ലായിരുന്നു. നീറോ എന്താ പറഞ്ഞത്? ഭൂമിയിൽ അവസാനത്തെ ക്രിസ്ത്യാനിയെ കൂടി ഉന്മൂലനം ചെയ്തതിന് ശേഷമേ ഞാൻ വിശ്രമിക്കൂ. സത്യപ്രതിജ്ഞ ചെയ്ത ആളല്ലേ. ഇന്ന് റോമിൽ പോയി നോക്കുക, ഒരു വശത്ത് കൊളോസിയം, എത്രയോ ക്രിസ്ത്യാനിയുടെ ചുടുനിണം വീണ കൊളോസിയം, അതിൻ്റെ അടുത്ത റോഡിൻ്റെ ഇപ്പുറത്ത് രാജകൊട്ടാരം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക, കാട് പിടിച്ച്. ആരുടേതാണ്? നീറോയുടെ. അവൻ കൂടെ പ്രവർത്തിക്കുന്നു, എങ്കിലേ പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവ നിങ്ങൾക്ക് നൽകും. ഇത്രയേ ഉള്ളൂ നമ്മൾ പാപം വിട്ടൊഴിയുക, വെറുപ്പ് വിദ്വേഷം വിട്ടൊഴിയുക. ഇതാർക്കാ ചെയ്യാൻ പറ്റില്ലാത്തത്? ആ പാപത്തിൻ്റെ സുഖമൊന്നും വേണ്ടെന്ന് ആർക്കാ വെച്ചുകൂടാത്തത്? ഇത് ഉത്തരത്തേലിരിക്കുന്ന എടുക്കുകയും ചെയ്യണം, കക്ഷത്തിലിരിക്കുന്ന ചാടാനും പാടില്ല. അതല്ലേ പ്രശ്നം. പന്നിക്കൂട്ടിൽ നിന്ന് എനിക്ക് പോകാനും പറ്റുന്നില്ല, അപ്പൻ്റെ വീട്ടിലെ ഭക്ഷണം എനിക്ക് വേണം താനും. ഇതല്ലേ വൃഥാവിലുള്ള പ്രാർത്ഥന. കുറേ നാളുകളായി പന്നിയുടെ കൂടെ ജീവിച്ച് അതുങ്ങളുമായിട്ട് നല്ല ബന്ധമായി. കാര്യം തവിട് കിട്ടുന്നില്ലെങ്കിലും വിശന്ന് ചാകുകയാണെങ്കിലും ഞാൻ വീട്ടിൽ പോയാൽ ഒരപ്പൻ എന്നെ ഒരു പക്ഷേ വേലക്കാരനായിട്ട് സ്വീകരിച്ചേക്കും. പക്ഷേ എൻ്റെ പന്നികളെ വിട്ടുപോകാൻ എനിക്ക് വിഷമമാണ്. ഈ അടുത്ത നാളൊരു സഹോദരൻ പറഞ്ഞത്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഓഫീസിൽ ജോലി ചെയ്യുന്നൊരു സ്ത്രീയുമായിട്ട് ബന്ധമായി. 3 പ്രാവശ്യം അബോർഷൻ ചെയ്യിച്ചു. എന്നിട്ട് ദൈവജനം കേട്ട് കഴിഞ്ഞതിന് ശേഷം അയാളുടെ സങ്കടം ഇതാണ്, ഞാനാണ് അവളെ കൊണ്ട് അവസ്ഥയിലാക്കിയത്, ഇനി എങ്ങനെയാണ് വിടാൻ പറ്റുന്നത്? പന്നിയെ വിട്ട് കഴിഞ്ഞാൽ പന്നി എന്തു ചെയ്യും? ഇവനെ കണ്ട് വിവാഹമെന്ന കുദാശയിലൂടെ തമ്പുരാൻ യോജിപ്പിച്ച ഭാര്യയെ വഞ്ചിക്കാം, അതിനെ ഒഴിവാക്കാം, പിശാചി യോജിപ്പിച്ചതിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല.
എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ ഭാര്യയോ ഭർത്താവിനെയോ കാമുകനെയോ കാമുകയോ മദ്യമോ കഞ്ചാവോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ആ പന്നിക്കുട്ടി നിന്ന് എഴുന്നേൽക്കണം. അപ്പോഴപ്പൻ്റെ ഭവനത്തിൽ ചോദിച്ചില്ലല്ലോ ഇവനെന്താ ആവശ്യപ്പെട്ടത്? നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിച്ചാൽ മതി, മകൻ എന്ന് വിളിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല, വേലക്കാരനായിട്ട് വെച്ചാൽ മതി. അതല്ലല്ലോ കൊടുത്തത്. ദൂരെ വെച്ച് തന്നെ കെട്ടിപ്പിടിച്ചില്ലേ? ഇതാർക്ക് വേണ്ടി പറഞ്ഞത് ഈശോ ഉദാഹരണം? അവൻ ആഗ്രഹിച്ച സ്ഥാനമാണ് അവന് കൊടുത്തത്. അവൻ്റെ കാലിൽ ചെരുപ്പണിയിച്ചില്ല. എന്താ അതിൻ്റെ അർത്ഥം? മോനെ, ജനിച്ചിട്ട് ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത വ്യക്തിയെ പോലെയാണ് അനുദപിച്ചു വരുന്നൊരു വ്യക്തിയെ സ്വർഗം സ്വീകരിക്കുന്നുള്ളൂ തെളിയിക്കാൻ. രണ്ടാം കട പൗരനല്ല. എൻ്റെ മകൻ എൻ്റെ മകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം കാൽവരിയിൽ കർത്താവിൻ്റെ രക്തത്താൽ അത് ക്ഷമിക്കപ്പെട്ടു. നീ ഇതൊന്നും പറയണ്ട. നീ അടിമയൊന്നുമല്ല. അടിമയ്ക്ക് ചെരുപ്പൊന്നും ഇടാൻ അവകാശം. നീ ചെരുപ്പിട്. നീ എൻ്റെ മകൻ തന്നെയാണ്. മോതിരിട്. പുതുവസ്ത്രം, ആ മാമുദീസാലായിട്ട് കിട്ടിയൊരു ശുഭ്രവസ്ത്രം ഉണ്ടല്ലോ, അതൊക്കെ നശിപ്പിച്ച് ദുർഗന്ധം വമിക്കും. ഒരു സെക്കൻഡ് പോരെ അതൊക്കെ മാറ്റിത്തരാൻ. ജോഷയോട് പറഞ്ഞില്ലേ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ, അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക, പുതുവസ്ത്രം നിർമ്മല വസ്ത്രം ധരിപ്പിക്കുക. തമ്പുരാൻ ഒരു സെക്കൻഡ് ഒന്നും മനസ്സായാൽ പോരെ. ഇത്രയും ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. എന്തിനെ കലക്കവെള്ളം കുടിക്കുന്നത്? എന്തിനെ കണ്ണുനീരും ഈ ശാപവുമായി സ്വയം നരകിക്കുന്നു, മറ്റുള്ളവർക്ക് നരകം സമ്മാനിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇത്രയും ബൈബിൾ പറയുന്നത് മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി ദൈവരാജ്യത്തിൻ്റെ വക്താവായി മാറുമ്പോൾ വാഗ്ദാനങ്ങൾ വിശ്വസനായ ദൈവം അവനും അവളും ആവശ്യപ്പെടാതെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വിളിച്ചു നൽകുന്നതായിട്ടാണ് സാക്ഷ്യങ്ങൾ വരുന്നത്. ധാരാളം പേര് എഴുതി അറിയിക്കാറുണ്ട്. അപ്പം നമ്മളങ്ങ് വിദൂരത്തുള്ളൊരു ദൈവത്തെയായിട്ട് കാണണ്ട, നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവം തന്നെയാണ് നമുക്കുള്ളത്. തിരുവനന്തപുരത്ത് ഒരു കൺവെൻഷൻ നടക്കുകയായിരുന്നു. നെടുവാൻപിള എന്ന് പറയുന്ന സ്ഥലത്ത് 10-20,000-ൽ പരം ആൾക്കാർ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ആരാധനയുടെ സമയത്തൊരു സന്ദേശം കിട്ടി. വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സ്ത്രീക്ക് സന്താന സൗഭാഗ്യം നൽകുന്നുണ്ട് ദൈവം. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, 10-20,000 പേരുള്ളിടത്ത് ആർക്കാ ഇങ്ങനെ തട്ടി വിട്ടുകൂടാത്തത്? ആർക്ക് കിട്ടിയോ കിട്ടിയില്ലോ? വല്ലവരും ചോദിക്കാൻ പോകുന്നുണ്ടോ? 4 പേരുടെ ക്യാൻസർ മാറി, 2 ആളുടെ ട്യൂമർ മാറി, ഇതങ്ങ് തട്ടി വിടാൻ പാടില്ലേ? ഏതായിരുന്നാലും ആ മെസ്സേജ് കിട്ടി, അത് പറയുകയും ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ നന്ദിയുള്ള സഹോദരി എഴുതിയിരിക്കുകയാണ്, ബ്രദർ പാപ്പച്ചൻ അറിയുന്ന നെടുവാൻപിള പള്ളിയിൽ ഒരാഴ്ച നടന്ന സുവിശേഷ മഹായോഗത്തിൽ 8 വർഷം കൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്തൊരു സ്ത്രീക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് ബ്രദർ വിളിച്ചു പറഞ്ഞു. അതിൻ പ്രകാരം ഞാനിപ്പോൾ 3 മാസം ഗർഭിണിയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഞാൻ പറഞ്ഞതുകൊണ്ടാണോ ആ സ്ത്രീക്ക് സൗഭാഗ്യം കിട്ടിയത്? ദൈവം കൊടുത്തത് വെളിപ്പെടുത്തിയത് കൊണ്ടാണോ ഞാൻ പറഞ്ഞത്? ദൈവം അവിടെ 20,000 പേരുള്ള സമൂഹത്തിൽ കുട്ടികളില്ലാത്ത ഒരൊറ്റ സ്ത്രീ ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, വേറെയും കാണും. ഈ അടയാളം പറയാൻ കാരണം എന്താണ്? ആ സ്ത്രീ തടസ്സം മാറ്റിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ കടന്നു വരാൻ ആ മകൾ എന്താണോ തടസ്സം അത് മാറ്റി, അത് സർവശക്തനായ ദൈവം കണ്ട് അത് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് ആ വർഷം പറഞ്ഞത് കല്യാണം കഴിഞ്ഞ്. ഈ 8 വർഷത്തെ മകളുടെ പ്രാർത്ഥന എന്താണ്? ഒരു കുഞ്ഞ്, ഒരു കുഞ്ഞ്, ഒരു കുഞ്ഞ്. ഇന്ന് ഒത്തിരി പേരുടെ പ്രാർത്ഥന അതാ. അപ്പം ബൈബിൾ പറയുക, ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, താങ്കൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ദൈവരാജ്യത്തിലാണോ പുറത്താണോ? ഇതൊന്ന് പരിശോധിച്ചുകൂടെ? ഓപ്പറേഷന് പോകണ്ട, ലക്ഷങ്ങൾ മുതൽക്കുള്ള ചികിത്സ ചെയ്യണ്ട, ഈ നിൽക്കുന്ന സ്ഥലം ഒന്ന് പരിശോധിച്ചുകൂടെ? ഇത്രയല്ലേ ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ. ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. എന്തെല്ലാം ചികിത്സ, എത്രയും ഓപ്പറേഷൻ നിങ്ങൾ തയ്യാറാകുന്നു, എത്രയോ ലക്ഷങ്ങൾ മുടക്കാൻ. ഇത്രയും വിഷമമുണ്ടോ പാപവും പാപസഹചര്യം ഉപേക്ഷിക്കാനായിട്ട്? കണ്ണൂർ ജില്ലയിൽ ധ്യാനം നടക്കുക, 5 ദിവസത്തെ ഇടവ ധ്യാനം. അവിടുത്തെ ട്രസ്റ്റിയാണ് കൈക്കാരൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മോളും. കാലത്ത് 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് കാലത്ത് കുർബാന കഴിഞ്ഞപ്പോൾ കാണാനായിട്ട് വന്നത്. ചിരിച്ചോണ്ടൊക്കെയാണ് വരവ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിരിയൊക്കെ അങ്ങ് മാറി കരച്ചിലായി, പൊട്ടിക്കരയുക. എന്തായിരുന്നു പ്രശ്നം? ഈ മകള് ഒരു മോളേ ഉള്ളൂ, സുന്ദരിയാണ്, ജോലിയുണ്ട്, ടീച്ചറാണ്, നല്ല കുടുംബമാണ്, സമ്പത്തുണ്ട്. പക്ഷെ മോളുടെ കല്യാണം നടക്കുന്നില്ല. കൂടെ പഠിച്ച കുട്ടികൾ 2-3 കുട്ടികളുടെ അമ്മയായി. ഈ മോളുടെ കല്യാണം നടക്കുന്നില്ല. സാരമില്ല, ഒരു ചിലപ്പോൾ ശനി ഞായറാഴ്ചയൊക്കെ 2 ടീം 3 ടീമൊക്കെ വന്ന് കണ്ടിട്ട് പോയി. കണ്ടിട്ട് പോകുന്നതല്ലാതെ പിന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പം 6 വർഷമായി ഒരു ആലോചന പോലും വരുന്നില്ല. നെറ്റിലിട്ടു, പത്രത്തിലിട്ടു, പ്രാർത്ഥിക്കുന്നു. ഇതിനപ്പുറം എന്താ ചെയ്യാൻ പറ്റുന്നത്? മോളുടെ വിഷമം കല്യാണം നടക്കാത്തതിലല്ല, ഞാൻ മൂലം എൻ്റെ മാതാപിതാക്കൾ വേദനിക്കുന്നല്ലോ. അങ്ങനെ 3 അഗ്നിപർവ്വതങ്ങൾ ഉള്ളിൽ ഒതുക്കി അവർ കഴിയുക. അതൊരു ധ്യാനമന്ദിരത്തിലെ ധ്യാനമായിരുന്നില്ല, ഇടവക ധ്യാനമായിരുന്നു. പക്ഷെ വചനം പരിശുദ്ധാത്മാവരുടെ ഹൃദയത്തെ തുറന്നു. എവിടെയോ ദൈവം അത്ഭുതം ചെയ്യാനായിട്ട് തയ്യാറായി. ഒരു സങ്കടം എന്നോട് പറയുന്നത്,
എൻ്റെ പേര്, വീട്ടുപേര്, ഞാൻ ഇടവയിൽ ബ്രദർ നടത്തിയ ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു. 13-ാം തീയതി ബ്രദറിനെ കാണാൻ എൻ്റെ പപ്പയും മമ്മിയും ഞാനും കൂടി വന്നിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിവാഹമൊന്നും ശരിയാകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രാർത്ഥിക്കാം, നോമ്പിന് മുമ്പ് വിവാഹം നടക്കുമെന്ന് ബ്രദർ പറഞ്ഞു. അപ്പം ആ മാസം തന്നെ 50 നോമ്പ് വരിക. വിവരമുള്ളവൻ പറയുമോ, 31 വയസ്സായി 6 വർഷമായിട്ടൊരു ആലോചന പോലും വരാത്തവളോട് ഈ മാസം നോമ്പിന് മുമ്പ് വിവാഹം നടക്കുമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ആലോചിച്ച് പറയും, ഈ മൈക്ക് ഇപ്പോൾ ഇതിവിടെ ഇരുന്ന് തരുന്നേ ഉള്ളൂ, ഇതല്ലല്ലോ സംസാരിക്കുന്നത്, അത് ദൈവം പറയിപ്പിച്ചത്. പക്ഷെ നന്ദിയുള്ള സഹോദരി എഴുതിയിരിക്കുകയാണ്, ഇത് 13-ാം തീയതിയാണ് സംസാരിക്കുന്നത്. 15-ാം തീയതി എന്നെ കാണാൻ ചെറുക്കൻ വന്നു. പരസ്പരം എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു. ചെറുക്കൻ്റെ വീട്ടിൽ പോയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ 25 സെൻറ്റ് സ്ഥലം വിൽപ്പന നടന്നു. സെൻറ്റിന് 1 ലക്ഷം രൂപ വില കിട്ടുന്ന 25 സെൻറ്റ് സ്ഥലമാണ് ഈ മകൾക്ക് വേണ്ടി അപ്പൻ മാറ്റി വെച്ചിരിക്കുന്നത്. വാശിയൊന്നുമില്ല, 1 ലക്ഷം കിട്ടിയാലേ വിൽക്കുന്നു. 75,000 കിട്ടിയാലോ ഒന്ന് വിറ്റ് ബാങ്കിലിടാൻ നോക്കുക, ഒന്നും നടക്കുന്നില്ല, തടസ്സം, എല്ലാം തടസ്സമാണ്. ചിലരുടെ കാര്യം അങ്ങനെ പോകുന്ന വഴി മുഴുവൻ തടസ്സമാണ്. ചിലർ പറയും ആരോ കൂടോത്രം ചെയ്യുന്നു, ചിലർ പറയും വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ കുഴപ്പമാണ്, ചിലർ പറയും വാതിൽ ദർശനം അങ്ങോട്ടായതിൻ്റെയാണ്. ശരിയായ പ്രശ്നം പിടികിട്ടുന്നില്ല. ഇപ്പോഴിതാ അപ്പനും അമ്മയും മകളും ദൈവരാജ്യം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവം അവരുടെ കണ്ണുനീര് തുടയ്ക്കുന്നു. അവരുടെ പ്രാർത്ഥനയിലേക്ക് ദൈവം കടന്നു വരുന്നു. ചെറുക്കൻ്റെ വീട്ടിൽ പോയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ 25 സെൻറ്റ് സ്ഥലം വിൽപ്പന നടന്നു. വിവാഹ ആവശ്യത്തിനുള്ള പണം അങ്ങനെ കിട്ടി. എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവുമില്ലാതെ ഏറ്റവും ഭംഗിയായി ദൈവം നടത്തി തന്നു. ഫെബ്രുവരി 8-ാം തീയതി മനസ്സമ്മതം നടന്നു. 25-ാം തീയതി, അതായത് നോമ്പിന് 2 ദിവസം മുൻപ് വിവാഹം നടന്നു. ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് 1000 നന്ദി. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, കരയുന്നവരോട് കരയുക, ചിരിക്കുന്നവരോട് ചിരിക്കുക. അപ്പം നമ്മൾ ഈ വലിയ ദൈവശാസ്ത്രം, തലയ്ക്കകത്ത് കയറാത്ത ദൈവശാസ്ത്രവും പഠിച്ചുകൊണ്ട് നടക്കും. വളരെ നിസ്സാരമായിട്ട് ദൈവം പറയും, മക്കളെ ദൈവരാജ്യം അന്വേഷിക്കുക, വേണ്ട കൂട്ടിച്ചേർത്ത് തരാം. ദൈവരാജ്യം എന്താ പാപമില്ല, അത് വല്ല കിറുകിറുപ്പോ വെറുപ്പോ വിദ്വേഷമോ, മക്കളോടെങ്ങാനും ചത്താലും അവൻ്റെ വീട്ടുമുറ്റത്ത് ഞാൻ കാല് കുത്തില്ല, ഞാൻ ചത്തു കഴിഞ്ഞാൽ ഇന്ന മകനെ കൊണ്ട് എൻ്റെ ശവത്തെ തൊടിയിച്ചേക്കരുത് എന്നൊക്കെ വല്ല വാശിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാനായി പറയുന്നുള്ളൂ. ഈ വെറുപ്പ് വിദ്വേഷം, ബാക്കി ആരെവിടെ കൊള്ളക്കാരും കൊലയാളികളും പിടിച്ചുപറിക്കാരും ഇരിക്കുന്നത്? എന്നാൽ എന്തെങ്കിലും ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആവശ്യമില്ലാത്ത ആരാ ഇവിടെ ഇരിപ്പുള്ളത്? അത്രയൊന്നും ചെയ്തുകൂടെ? അത്രയും ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ. ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. അതെന്ത് ഹിമാലയം പോലെ വലുതായിക്കോട്ടെ നിങ്ങളുടെ പ്രശ്നം, അത് ദൈവത്തിന് ഹിമാലയമാണോ? സമുദ്രം പോലെ വിശാലമായിക്കൊള്ളട്ടെ നിങ്ങളുടെ പ്രശ്നം, ദൈവത്തിനും അത് അങ്ങനെയാണോ? അഴിയ ലാസറിനെ ഒരു ശബ്ദം കൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് പറയുന്ന ജീവൻ കൊടുത്തവന്, അവന് സാധിക്കാത്ത എന്ത് പ്രശ്നവും നമുക്ക് വന്ന് ഭവിച്ചിട്ടുള്ളത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:1-2 വചനത്തിൽ അതല്ലേ പറയുന്നത്, നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ കർത്താവിൻ്റെ കരം കുറുക്കിപ്പോയിട്ടില്ല. ആത്മീയമായിട്ടുള്ള അധപതനമാകാം, മാനസികമായിട്ട് തകർച്ചയാകാം, ശാരീരികമായിട്ടുള്ള രോഗമാകാം, ബന്ധങ്ങളിലെ വിള്ളലാകാം, വരുമാന മാർഗത്തിലെ പ്രശ്നമാകാം, എന്തുമായിക്കോട്ടെ, ദൈവത്താൽ രക്ഷിക്കപ്പെടാൻ പറ്റാത്ത ആരാ തകർന്നു പോയിട്ടുള്ള ഭൂമിയിൽ? നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിന്റെ നിലവിളിയുടെ സ്വരം ഈ രാത്രി കിലോമീറ്ററുകൾ വണ്ടി ഓടിച്ച് വന്ന് ഈ കുത്തിയിരുന്ന് ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല? അടുത്ത വചനം, നിന്റെ അകൃത്യം എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. അതാ പ്രശ്നം. നിന്റെ അകൃത്യം എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. ഒരു സഹോദരൻ എഴുതിയിരിക്കുകയാണത്, മത്തൻപാല തക്കല രൂപതയിൽപ്പെട്ടതാണ്. സെൻറ് തോമസ് പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയതായിരുന്നു. അപ്പോൾ ഭാര്യയും ഭർത്താവും ജോലിയുണ്ട്, അവർക്ക് നല്ല ജോലിയുള്ളവരാണ്. പക്ഷെ അവർക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ അവർ 5 ദിവസം ധ്യാനത്തിൽ കൂടുന്നുണ്ട്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കുന്നതായിട്ട് തോന്നി പറയുകയും ചെയ്തു. ബ്രദർ എഴുതുന്ന 3-ാമത്തെ കത്താണത്. ബ്രദർ ധ്യാനിപ്പിക്കാൻ സെൻറ് തോമസ് ചർച്ചിൽ വന്നപ്പോൾ കുട്ടികളില്ലായിരുന്നു, ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും 6 മാസത്തിനകം കിട്ടുമെന്ന് ബ്രദർ പറയുകയും ചെയ്തിരുന്നു. തുടർന്ന് എൻ്റെ ഭാര്യ ഗർഭിണിയായ വിവരം ഞാൻ അറിയിച്ചിരുന്നു. ഗർഭസ്ഥാവസ്ഥയിൽ 6 മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഹാർട്ടിന് പ്രോബ്ലം, ഡയബറ്റിക്, ഓവറി ഫ്ലൂയിഡ് തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടായി. ഇതേ തുടർന്ന് കുട്ടിക്ക് ബുദ്ധിവൈകല്യം, മൂക്കിന് എല്ലില്ലാത്ത അവസ്ഥ, തുടയ എല്ലില്ലാത്ത അവസ്ഥ, വളർച്ചക്കുറവ്, ഇതൊക്കെ സ്കാൻ റിപ്പോർട്ടിൽ പറയുകയുണ്ടായി. ഒരു മാംസപിണ്ഡമാണ് നിങ്ങളുടെ ഉദരത്തിൽ വളർന്നു, കൊച്ചൊന്നുമല്ല. തുടയിലില്ലെങ്കിൽ ജന്മത്ത് നടക്കില്ലല്ലോ, ബുദ്ധിക്കും വളർച്ചയില്ല, ഒരു മാംസപിണ്ഡമാണ്. അത് അങ്ങ് എടുത്തു മാറ്റുക നല്ലത്. എന്നിട്ട് ആ മനുഷ്യൻ ഡോക്ടർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? കുഞ്ഞിനെ എടുത്തു മാറ്റാൻ ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും ദൈവം തന്ന ദാനത്തിന് ഒരു കുറവും വരില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു.
ഈ അവസരത്തിൽ അങ്ങയോടും പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു. അതാണ് അയാളുടെ വിശ്വാസം. ഞാനാണെങ്കിൽ ചോദിക്കും, ബ്രദറെ ഇങ്ങനെയാണല്ലോ പറഞ്ഞ് എന്താ ചെയ്യേണ്ടത്? ഇത് ആ മനുഷ്യൻ ചോദിച്ചിട്ടില്ല എന്താ ചെയ്യേണ്ടത്. അത് അദ്ദേഹത്തിന് അറിയാം എന്താ ചെയ്യേണ്ടത്. ഡോക്ടർക്ക് ഉത്തരം കൊടുത്തു കഴിഞ്ഞു. ഇത് ദൈവം തന്ന ദാനമാണ്, ഇതിനൊരു കുറവും വരില്ല, ബ്രദറെ പ്രാർത്ഥിക്കണേ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ അവസരത്തിൽ അങ്ങയോടും പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു. തുടർന്ന് മെയ് 8-ാം തീയതി എൻ്റെ ഭാര്യ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. മോന് ആൻജോ, മാതാവ് ജോസഫ് എന്ന് പേരുമിട്ടു. അവനിപ്പോൾ 5 മാസം പ്രായമായി. അവനെ മിടുക്കനായി ദൈവം പരിപാലിക്കുന്നു. ഹല്ലേലൂയ. രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ചിലപ്പോൾ 4 പ്രാവശ്യം മറ്റൊക്കെ അപോഷനായ മകളാ ധ്യാനത്തിന് വരുന്നത്. കൊടുക്കുക കർത്താവ് കുഞ്ഞിന്. ഈ ജന്മത്ത് നിങ്ങൾക്കൊരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പറ്റില്ലെന്ന് ഡോക്ടർ വിധി എഴുതിയത് ഇന്ന് കുഞ്ഞിനെ താരാട്ടുന്നുണ്ട്. അബ്രഹാം സാറാ ദമ്പതികളെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. അതുകൊണ്ട് ബൈബിൾ പറയാണ് നമ്മുടെ അകൃത്യമാണ് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നത്. ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടൊപ്പം വേണ്ടത് തരാം. 300 ധ്യാനം കൂടിയാലും ദൈവരാജ്യത്തിലേക്ക് വരാൻ ഞാൻ തയ്യാറല്ലെങ്കിൽ അവിടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ദൈവം വാക്ക് പാലിക്കുന്നവന്. ആ ദൈവത്തിൻ്റെ വാക്ക് എനിക്ക് തോന്നുന്ന പോലെ അല്ല അനുസരിക്കേണ്ടത്, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണ് അനുസരിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ അത്ഭുതം ദർശിക്കുന്നത്. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർ അമേരിക്കയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലായിരിക്കാം, എവിടെയാകട്ടെ, ഈ ജാഗരണ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് പാപത്തിൻ്റെ അവസ്ഥയാകാം, ജോലി നഷ്ടപ്പെട്ട അവസ്ഥയാകാം, ബിസിനസ് തകർന്നതാകാം, കടം കയറിയിരിക്കുകയാണ്, ജപ്തി കയറിയിരിക്കുകയാണ്, ഒരുപക്ഷെ ആത്മഹത്യ പ്രവണതയുണ്ടാവും, അല്ല കടുങ്കൈ കാണിക്കുമെന്ന് പോലും നിങ്ങൾക്ക് പേടിയുക. ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അവിടെ കേട്ടോളും. കഴിഞ്ഞ ഡിസംബർ 10-ാം തീയതി കോട്ടയം രൂപതയുടെ പള്ളിയിൽ ധ്യാനം നടത്തുകയായിരുന്നു. ആ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു സഹോദരി അവിടെ ഇരുന്ന് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുകയായിരുന്നു. അവരുടെ പ്രാർത്ഥന ഇതാണ്: ഇവരുടെ ഈ ജന്മത്ത് കുട്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മകനും മകളും ഡൽഹിയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ മെസ്സേജ് ഉണ്ടായിരുന്നു 2 പേർക്ക് സന്താന സൗഭാഗ്യം നൽകുന്നതായിട്ട്. 5 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ജോലി സ്ഥലത്ത് നിന്ന് വിളിച്ച് പറയുകയാണ് സന്തോഷത്തോടുകൂടി ഭാര്യ ഗർഭിണിയാണെന്ന്. ഡൽഹിയിലാണ്. അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചേ ഉള്ളൂ. നമ്മുടെ തമ്പുരാന് ദൂരം പ്രശ്നമല്ല, നമ്മുടെ തമ്പുരാന് പ്രശ്നമല്ല, നമുക്കാ പ്രശ്നം. ആ ശതാധിപൻ പറഞ്ഞില്ലേ, ഒരു വാക്ക് നീ ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. എന്നിട്ട് കർത്താവ് പറയും, ഇസ്രായേൽ പോലും ഞാൻ ഒരുവനിലും ഇതുപോലുള്ള വിശ്വാസം കണ്ടിട്ടില്ല. ഒരു വാക്ക് ഇവിടുന്ന് പറഞ്ഞാൽ മതി. ഇപ്പം ജോലി നഷ്ടപ്പെട്ട് ഇവിടുന്ന് ഞാൻ ലക്ഷങ്ങൾ കടമെടുത്ത് കാനഡയ്ക്ക് അയച്ചതാണ് മോനെ പഠിക്കാനായിട്ട്. അവിടെ പ്രശ്നമാണ്, അവന് ജോലിയായിട്ടില്ല, അവൻ്റെ വിസയും ശരിയാകുന്നില്ല, ലക്ഷങ്ങളും മുടക്കി, ഇപ്പം തീയാണ്. തമ്പുരാൻ അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? തമ്പുരാൻ്റെ കരത്തിന് ഒരു നീളക്കുറവ് ലോകത്തിൽ എവിടെയും. ചന്ദ്രനിലാണെങ്കിൽ അവിടെയും തൊടാൻ പറ്റും, പാതാളത്തിലാണെങ്കിൽ അവിടെയും തൊടാൻ പറ്റും. അതല്ലേ ലാസറിനെ തൊട്ടത്. ദൈവരാജ്യം അന്വേഷിക്കുക, ഇത്രേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസം നമുക്ക് ഈ കേൾവിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള വിശ്വാസം. ഇതൊക്കെ വായിക്കുന്നത് എൻ്റെ പുണ്യം വെളിപ്പെടുത്താനൊന്നുമല്ല. റോമ 10:17 പറയുന്നത് കൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. റോമ 10:17 പറയുകയാണ്, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രശ്നം. ഞാൻ ചെയ്ത കാര്യമല്ല പറയുന്നത്. ഇങ്ങനെ കൺവെൻഷൻ നടന്ന സമയത്ത് കണ്ണീരോടുകൂടി വന്ന മക്കളുടെ ഇടയിൽ ക്രിസ്തു ചെയ്ത കാര്യമാണ് പറയുന്നത്. ഈ കേൾവിയിൽ നിന്ന് ഈ ആവശ്യത്തിലിരിക്കുന്ന മക്കൾ, അവർക്കത് കിട്ടാനുള്ള വിശ്വാസം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗം. ഞാൻ ചെയ്ത വൻ കാര്യങ്ങളൊന്നുമല്ല. ദൈവം സാധാരണ മനുഷ്യരുടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നിടത്ത് അന്ന് ചെയ്ത് കർത്താവ് ഇന്നും ചെയ്യുന്നു. അതുകൊണ്ടാണ് സഭ ഇത്രയൊക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടും 300 വർഷം റോമിൽ എത്രയോ ആയിരക്കണക്കിന് മക്കളെ കൊല ചെയ്തിട്ടും ഇത് വീണ്ടും ലോകം മുഴുവൻ വ്യാപിക്കാനുള്ള കാരണം, എവിടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നോ അവിടെ ക്രിസ്തു അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നടക്കേണ്ടതല്ല. എൻ്റെ കരുണയുള്ള ദൈവം എന്നെ സഹായിക്കാൻ ഇടപെടും. ആ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നടക്കില്ല, കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. നിരവധി എഴുത്തുകൾ. ഒരു സഹോദരി എത്രയോ പ്രാവശ്യം മസ്കറ്റിൽ ടീച്ചറായിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചത്. അത് കോതമംഗലം രൂപതയിൽ ഒരു പള്ളിയിൽ ധ്യാനം നടക്കുകയായിരുന്നു. ആ ധ്യാനത്തിൽ ടീച്ചർ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ നാളായി വിദേശത്തെ സ്കൂളിൽ ജോലിക്ക് ശ്രമിക്കുന്നു, പക്ഷേ ഒന്നും ശരിയായില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ എന്ന മർക്കോസിൻ്റെ സുവിശേഷം എന്നെ ആഴത്തിൽ സ്പർശിച്ചു. മതി, ഒരു വചനം സ്പർശിച്ചാൽ മതി, ഒരൊറ്റ വചനം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവേ ഹൃദയം തുറക്കണമേ. കർത്താവിൻ്റെ വചനം ഗ്രഹിക്കത്തക്ക രീതിയിൽ അവരുടെ ഹൃദയം അവൻ തുറന്നു. ഈ തുറവി കിട്ടിയാൽ മതി.
5 ദിവസം പ്രസംഗിച്ചെടുത്ത് ആ സഹോദരിയെ സ്പർശിച്ചൊരു വചനമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 11:24-25 വാക്യങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുന്നു, വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കാരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കുവിൻ. ഇതായിരുന്നു വചനം. എന്നെ ആഴത്തിൽ സ്പർശിച്ചു. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. കുംഭസാരത്തിനായി ബ്രദർ എൻ്റെ അന്തരംഗത്തെ ഓരോ തലങ്ങളോട് കൂട്ടിക്കൊണ്ടു പോയപ്പോൾ 1 എനിക്ക് സുബോധം, 2 അനുതാപം, 3 മാപ്പ് ചോദിക്കൽ, 4 ഏറ്റുപറയൽ, 5 പരിഹാരം. ഈ മേഖലയിൽ എനിക്ക് ബോധ്യങ്ങളുണ്ടായി. ഞാൻ കുറേ പേരോട് വിദ്വേഷവും വെറുപ്പും പുലർത്തിയിരുന്നു. എല്ലാവരോടും ഞാൻ ക്ഷമിക്കുകയും അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ധ്യാനത്തിൻ്റെ അവസാന ദിവസം ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, മസ്കറ്റിൽ നിന്ന് ഇൻ്റർവ്യൂവിന് കാർഡ് വന്നിരിക്കുന്നു, മാർച്ച് 27 ചെന്നൈയിൽ വെച്ചാണ്. ഞാൻ ഇൻ്റർവ്യൂ നന്നായി ചെയ്തു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഇനി നമുക്ക് മസ്കറ്റിൽ വെച്ച് കാണാം. ഹല്ലേലൂയ. ആയിക്കഴിഞ്ഞു നമുക്ക് മസ്കറ്റിൽ വെച്ച് കാണാം. വിദ്യാഭ്യാസ യോഗ്യതയില്ലാഞ്ഞിട്ടാണോ? തടസ്സങ്ങളാണ്. കഴിവില്ലെന്നിട്ടാണ്, തടസ്സങ്ങളാണ്. ദൈവരാജ്യത്തിൽ ഒരു വ്യക്തി വരുമ്പോൾ അവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അവൻ്റെ തടസ്സങ്ങൾ ദൈവം നീക്കും. എന്തു തന്നെ ഭാരങ്ങൾ പേറിക്കൊണ്ടിരുന്നാലും ഇത് നീക്കുന്നവൻ ദൈവമാണ്. നിരവധി എഴുത്തുകൾ, അതുപോലെ ധാരാളം സാക്ഷ്യങ്ങൾ ഈ ആരാധനയിലൂടെ ശ്രവിക്കുന്ന മക്കളിലും ദൈവം പ്രവർത്തിക്കട്ടെ. ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ആരുടെയും വ്യക്തിയുടെ മഹത്വമല്ല, സകല സ്തുതിയും മഹത്വവും ആരാധനയും ദൈവത്തിന്. ദൈവരാജ്യം കത്തി പടരണം. നമ്മുടെ സ്വാർത്ഥത വിട്ട് ഞാൻ അനുഭവിക്കുന്ന ഇതേ വേദന അനുഭവിക്കുന്ന മറ്റു മക്കൾ കൂടി വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. എവിടെയെല്ലാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നോ, 21 പേരുടെ കഴുത്തറക്കപ്പെട്ട് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു. ജീവനോടെ കുരിശ് തറച്ച് കത്തിച്ച് കൊല്ലുന്നു നമ്മൾ കണ്ടു. നമ്മുടെ സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ ചെറിയ നമ്മുടെ വ്യക്തിപരമായി കൊച്ചു ഭൗതിക കാര്യം പറഞ്ഞ് അവിടെ തളയ്ക്കപ്പെട്ട് കിടക്കരുത്. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ആത്മീയ ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ട മണിക്കൂറിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. ഒരിക്കൽ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്നുള്ള ആ ഇതിൽ ഒരു സംഭാഷണം ഈശോ പറയുകയാണ്, നിങ്ങളിൽ ഒരാൾ എന്നോട് ചോദിച്ചു, നിൻ്റെ നാമത്തിൽ എങ്ങനെയാണ് സൗഖ്യം നൽകുക? അപ്പോസ്തലന്മാരൊരാൾ കർത്താവിനോട് ചോദിച്ചാണ്, നിൻ്റെ നാമത്തിൽ എങ്ങനെയാണ് സൗഖ്യം നൽകുക? അതിന് ഈശോ കൊടുത്ത മറുപടി ഇതാണ്, എപ്പോഴും അരൂപിക്ക് 1-ാം സ്ഥാനം കൊടുക്കണം. ആത്മാവിന് വെറും ഒരു രോഗശാന്തിയുടെ ബിസിനസ്സായിട്ട് മാറ്റരുത്. ആത്മാവിന് 1-ാം സ്ഥാനം കൊടുക്കണം. ഈശോയുടെ ശൈലി അങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 9 ഒരു തളർവാദ രോഗി എടുത്തു കൊണ്ടുവന്ന് കുമ്പസാരിപ്പിക്കാനായിരുന്നില്ല, ഒരു രോഗശാന്തിക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്. ഈശോ ആദ്യം പറഞ്ഞത്, മകനെ ധൈര്യമായിരിക്കുക, നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഇപ്പം അരൂപിക്ക് മോചനം കൊടുത്തു, ഇനി നീ നിൻ്റെ കിടക്ക എടുത്ത് പോയിക്കോ. ഇതായിരിക്കണം ശൈലി. എപ്പോഴും അരൂപിക്ക് 1-ാമതായി സൗഖ്യം നൽകണം. അവർക്ക് എന്നിൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവരാജ്യം അവർക്ക് വാഗ്ദാനം ചെയ്യണം. അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ബോധ്യം വന്നു കഴിയുമ്പോൾ രോഗത്തോട് വിട്ടുമാറാൻ കൽപ്പിക്കുക, അത് വിട്ടുപോയിക്കൊള്ളു. ഹല്ലേലൂയ. ഇത്ര കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു കൊടുത്തത്. ദുഃഖവും ദുരിതവും രോഗമായിട്ട് മനുഷ്യർ വരുമ്പോൾ ആത്മാവിൻ്റെ കാര്യം പറയണം. അരൂപിക്ക് ആദ്യം സൗഖ്യം വേണം. പാപം ഉണ്ടെങ്കിൽ പശ്ചാത്തപിക്കാൻ പറയണം. അത് കഴിയുമ്പോൾ ഈശോയെക്കുറിച്ച് പറയണം. വിശ്വാസം വന്നു കഴിഞ്ഞാൽ രോഗത്തോട് വിട്ടുപോകാൻ പറഞ്ഞാൽ അത് വിട്ടുപോയിക്കൊള്ളും, അത് വിട്ടുപോയിക്കൊള്ളും. അതുപോലെ തന്നെ രോഗം പിടിപെട്ട ആത്മാക്കളോടും പ്രവർത്തിക്കുക, അവരുടെ വിശ്വാസത്തെ ഉത്തേജിപ്പിക്കുക, ഉചിതമായ വാക്കുകൾ ഉപയോഗിച്ച് അവരുടെ പ്രതീക്ഷയ്ക്ക് പ്രചോദനം അരുളുക. അപ്പോൾ ദൈവിക സ്നേഹം നൽകാൻ ഞാൻ വരും. അതാണിപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ വചനം പ്രസംഗിക്കുമ്പോൾ, നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലവനായി ദൈവം കടന്നു വന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മൾ ഈശോ വെറുതെയല്ല നിങ്ങൾ സ്വർഗസ്വനായ പിതാവേ എന്ന് വിളിച്ചോ എന്ന് പറഞ്ഞത്. സൈന്യങ്ങൾ വലിയ രാജാവൊന്നും വിളിക്കണ്ട, അപ്പാന്ന് വിളിച്ചു. അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം, ഈ ബന്ധത്തിന് നമ്മുടെ പാപമാണ് ചെറിയൊരു വിള്ളൽ വരുത്തുന്നത്. അത് മനുഷ്യരെ കർത്താവിനറിയാം, നമ്മുടെ പാപത്തെക്കുറിച്ചൊക്കെ ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് എന്തുമാത്രം പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങയുടെ കണ്ണുകൾ തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും അങ്ങയുടെ നാമം വഹിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയിലല്ല, അങ്ങയുടെ മഹത്തായ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. ശ്രദ്ധിക്കണേ, കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ,
കർത്താവെ ചെവിക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. എൻ്റെ ദൈവമേ, അങ്ങയുടെ നാമത്തെ പ്രതി വൈകരുത്. എന്തെന്നാൽ അങ്ങയുടെ നഗരവും ജനവും അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ ഗിരിക്ക് വേണ്ടി എൻ്റെയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യം ദർശനത്തിൽ കണ്ട ആ ദൂതൻ ഗബ്രിയേൽ സായാഹ്ന ബലിയുടെ സമയത്ത് എൻ്റെ അടുത്ത് പറന്നു വന്നു. അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലേ, നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി. അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും ദൈവം അത്യധികമായി സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ ഭൗതിക കാര്യത്തിലും ആ ദൈവം ഇടപെടും. നമുക്കൊന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കരുണ്യവാനായ ദൈവമേ, സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളിലൂടെ, നവമാധ്യമങ്ങളിലൂടെ, ധാരാളം വചനപ്രഘോഷണ കേന്ദ്രങ്ങളിലൂടെ, പ്രത്യേകിച്ച് ശാലോമിലൂടെ ലോകം മുഴുവനും അങ്ങയുടെ വചനം എത്തിക്കുന്നതിനോർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കണ്ണീരോടുകൂടി ദുഃഖഭാരവുമായി, രോഗപീഠകളുമായി, കുടുംബസമാധാനമില്ലാതെ, മനസ്സമാധാനമില്ലാതെ, സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന മക്കൾ ഈ രാത്രിയുടെ യാമങ്ങളിൽ തിരുമുമ്പിലിരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവരുടെ യാചനകൾ കേട്ട് അവരെ അനുഗ്രഹിക്കണമേ നാഥ. അവരുടെ ദുഃഖങ്ങളിലേക്ക് കടന്നു വരണമേ. അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി വലിയ സാക്ഷ്യങ്ങൾ ഇന്നത്തെ ആരാധനയിൽ ലോകം മുഴുവനിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി അങ്ങ് തന്ന വചനത്തിനായി, അങ്ങ് തരുന്ന വിടുതലിനായി അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, എല്ലാ സ്തുതിയും മഹത്വവും ആരാധനയും എന്നും എന്നേക്കും അങ്ങേക്കുള്ളത്. ആമേൻ.